ഭീകരാക്രമണത്തിന് പിന്നാലെ ഡൽഹിയിലെ പാക് എംബസിക്ക് മുന്നിൽ പ്രതിഷേധം ശക്തമായി. നൂറുകണക്കിന് ആളുകളാണ് എംബസിക്ക് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത്. ബാരിക്കേഡുകളൊക്കെ ഭേദിച്ച് പ്രതിഷേധക്കാർ മുന്നേറുകയും ചെയ്തു. ആ ദൃശ്യങ്ങളിലേക്ക്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, ഈ പ്രതിഷേധക്കാർ പിരിഞ്ഞു പോയോ? ഒരു ഘട്ടത്തിൽ എംബസിക്ക് മുന്നിലെ ബാരിക്കേഡ് ഭേദിച്ച് കുറച്ച് മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തല്ലോ. ഹൈ സെക്യൂരിറ്റി ഏരിയ ആണ് അവിടെ. നയതന്ത്ര കാര്യാലയങ്ങളെല്ലാം പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രം. അവിടെ ഈ സെക്യൂരിറ്റി സുരക്ഷാ സംവിധാനങ്ങളൊക്കെ മറികടന്ന് ഇത്രയും വലിയ ജനക്കൂട്ടം അവിടെ മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? തീർച്ചയായും വിജയകുമാർ, ഇന്ന് രാവിലെ 2 പ്രതിഷേധങ്ങളാണ് ദില്ലിയിൽ പ്രധാനമായി ഉണ്ടായത്. അതിലൊന്ന് രാവിലെ ഹൈക്കമ്മീഷന് മുന്നിലായിരുന്നു, പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് മുന്നിലായിരുന്നു ആദ്യത്തെ പ്രതിഷേധം ഉണ്ടാകുന്നത്. രാവിലെ ഹൈക്കമ്മീഷന് മുന്നിലുണ്ടായിരുന്ന ബാരിക്കേഡുകളുമൊക്കെ പോലീസ് എടുത്ത് മാറ്റിയിരുന്നു. പക്ഷേ പിന്നാലെ പ്രതിഷേധക്കാർ അവിടെ എത്തുകയും പാകിസ്ഥാനെതിരെ മുദ്രാവാക്യം വിളിച്ച് എംബസിക്കകത്തേക്ക് ഞങ്ങൾക്ക് പ്രവേശിക്കണം എന്നുവരെ മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് വീണ്ടും ബാരിക്കേഡുകൾ അവിടെ സ്ഥാപിക്കേണ്ടി വന്നത്. പിന്നീട് പ്രതിഷേധക്കാരുടെ എണ്ണം കൂടുകയും അവിടെ ഉന്തും തള്ളും ഉണ്ടാകുകയും എംബസിക്കകത്തേക്ക് പ്രവേശിച്ച് മടങ്ങൂ എന്നുള്ള രീതിയിൽ പ്രതിഷേധക്കാർ നിലയുറപ്പിച്ച് നിൽക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അനുനയിപ്പിച്ച് അവരെ അവിടെ നിന്ന് മാറ്റാൻ പോലീസിന് കഴിഞ്ഞു. അങ്ങനെയാണ് പിന്നീട് ചാണക്യപുരിക്കടുത്തുള്ള ഈ തീൻമൂർത്തി മാർഗിലേക്ക് പ്രതിഷേധക്കാർ എത്തുന്നത്. പക്ഷേ ഹൈക്കമ്മീഷന് മുന്നിൽ കണ്ടതിൻ്റെ 10 മടങ്ങ് ആളുകൾ ഈ തീൻമൂർത്തി മാർഗിൽ ഉണ്ടായിരുന്നു. അതായത് 100 കണക്കിന് പേരാണ് ദേശീയ പതാകയും ഏന്തി വലിയ പ്രതിഷേധവുമായി ഇവിടെ എത്തിയത്. ഇവിടെ റോഡിന്റെ തുടക്ക ഭാഗത്തും റോഡ് അവസാനിക്കുന്ന ഭാഗത്തും 2ഇടത്തും ബാരിക്കേഡുകൾ പോലീസ് സ്ഥാപിച്ചിരുന്നു. ആദ്യത്തെ ബാരിക്കേഡ് അനായാസം പ്രതിഷേധക്കാർക്ക് മറികടക്കാൻ കഴിഞ്ഞു. അത് മറികടന്ന് പ്രതിഷേധക്കാർ മുന്നോട്ട് നീങ്ങുകയും ചെയ്തു. ഈ റോഡിന്റെ ഒരു പ്രത്യേകത, ഈ തീൻമൂർത്തി മാർഗിൽ നിന്ന് മുന്നോട്ട് പോയാലാണ് പാകിസ്ഥാൻ എംബസി അടക്കമുള്ള ആ മേഖലയിലേക്ക് എത്താൻ കഴിയുക. ആ പോകുന്ന വഴിക്ക് അമേരിക്കൻ എംബസി അടക്കമുള്ള മറ്റ് പ്രധാന കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ആ 2ാമത്തെ ബാരിക്കേഡും മറികടന്നു കഴിഞ്ഞാൽ പിന്നീട് പ്രതിഷേധക്കാർ എന്തായാലും ഹൈക്കമ്മീഷനിലേക്ക് എത്തും, പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലേക്ക് എത്തും എന്നത് ഉറപ്പായിരുന്നു. അതുകൊണ്ട് 2ാമത്തെ ബാരിക്കേഡിന് മുന്നിൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെയും ദില്ലി പോലീസിന്റെയും ഒക്കെ വലിയ സംഘത്തെ നിയോഗിച്ചാണ് അവരെ തടയാൻ വേണ്ടി ഈ പോലീസിന് കഴിഞ്ഞത്. പിന്നീട് അല്പസമയം മുമ്പ് ഈ പ്രതിഷേധക്കാർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുകയും അവരുടെ അമർഷവും ദേഷ്യവും ഒക്കെ തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ മുർദാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് വന്നത്. പാകിസ്ഥാൻകാർക്ക് ആർക്കും ഇനി ഇന്ത്യയിൽ ഇടമില്ല. മാത്രമല്ല, ഇനി ഈ നയതന്ത്ര തലത്തിലൊക്കെ സമ്മർദ്ദം ചെലുത്തുമ്പോഴും പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കുമ്പോഴും അവർ ചെയ്യുന്ന തെറ്റിന് അവർ അർഹിക്കുന്ന തരത്തിലുള്ള വലിയ ശിക്ഷ നൽകണം എന്നതാണ് പ്രതിഷേധക്കാർ ഇവിടെ മുദ്രാവാക്യത്തിൽ വിളിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ഏതായാലും അത്തരം പ്രതിഷേധങ്ങൾ ദില്ലിയിൽ കാണുമ്പോൾ രാജ്യത്താകെ ജനതയ്ക്കുള്ളിലുള്ള ഒരു അമർഷം അതിന്ന് രാവിലെ വർദ്ധിപ്പിക്കാൻ പിന്നെയും ഒരു കാരണം കൂടി ഉണ്ടായി. ഹൈക്കമ്മീഷനിലേക്ക് ഇന്ന് രാവിലെ പാകിസ്ഥാൻ പൗരന്മാരൊക്കെ വരുന്നുണ്ടായിരുന്നു. പലരുടെയും വിസ ഏതായാലും 2 ദിവസത്തിനകം ഇപ്പോൾ വിസയുടെ കാലാവധി അവസാനിക്കും. കാരണം പാകിസ്ഥാൻകാർക്ക് ഇനി വിസയില്ല. ഇവിടെയുള്ള ആളുകൾക്ക് 48 മണിക്കൂറിനകം അത് റദ്ദാക്കി തിരികെ സ്വദേശത്തേക്ക് പാകിസ്ഥാനിലേക്ക് മടങ്ങുകയും വേണം. അങ്ങനെ പോകേണ്ട ആളുകളൊക്കെയാണ് രേഖകളുമായി ഹൈക്കമ്മീഷനിലേക്ക് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതിനിടയിൽ ഒരു കേക്കുമായി പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലേക്ക് വന്ന ദൃശ്യങ്ങൾ അത് മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ കണ്ടതാണ്. അയാൾ ഒരു മറുപടിയും അത് ആര് ഓർഡർ ചെയ്തു, എന്തിന് ഓർഡർ ചെയ്തു എന്ന കാര്യങ്ങളിലൊന്നും തന്നെ ഒരു കൃത്യമായ ഒരു മറുപടി പറയാതെ ഹൈക്കമ്മീഷനുള്ളിലേക്ക് കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ കൂടി കണ്ടതോടെ യഥാർത്ഥത്തിൽ പ്രതിഷേധം കുറച്ചുകൂടി അണപൊട്ടുന്ന സാഹചര്യത്തിലേക്ക് പോയി. മാത്രമല്ല, ജമ്മു കശ്മീരിൽ ഇന്ന് വലിയ ഏറ്റുമുട്ടൽ പോലീസും സുരക്ഷാ ഏജൻസികളും സൈന്യവും ഒപ്പം തന്നെ ഈ ഭീകരരും തമ്മിൽ നടക്കുന്നുണ്ട്. ഉത്തംപൂരിൽ അങ്ങനെ കനത്ത ഒരു ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് ജീവൻ നഷ്ടമായി, അദ്ദേഹം വീരമൃത്യു വരിക്കുകയും ചെയ്തു. അങ്ങനെ പല ഘടകങ്ങൾ, പല വാർത്തകൾ ഇന്ന് രാവിലെ വന്നതോടെ പ്രതിഷേധക്കാർക്ക് അവരുടെ രോഷം അത് പല മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അതാണ് യഥാർത്ഥത്തിൽ ഇന്നും ദില്ലിയിലെ തെരുവുകളിൽ കണ്ടതും. വിജയകുമാർ.